ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലെ പേരയാണ് റെഡ് ഗുവ. നമ്മുടെ തായ്ലൻഡ് റെഡ് പേര എന്ന് പറയുന്ന ചുമന്ന പേരയ്ക്കുള്ള ചുമന്ന അകം ചുവപ്പുള്ള നമ്മുടെ ഈ റോഡുകളിലിട്ട് വിൽക്കുന്ന ആ പേരയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞാൻ വേര് കിളിപ്പിച്ചെടുത്താണ് ഈ കാണുന്നത്. വേര് കിളിച്ചെടുത്തത്. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത്രയും വലിയൊരു കമ്പാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നിറച്ച് പേരയ്ക്കാണ്. ഇപ്പോഴും അതിൽ മുഴുത്ത പേരയ്ക്ക നിൽക്കുകയാണ്. ഇത്രയും വലിയ പേരയ്ക്കകളാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കവറിൻ്റെ അകത്ത് നിൽക്കുന്നത് ഇത്രയും വലിയ പേരയ്ക്ക നിൽക്കും. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഞാൻ അവനെ കട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് ഇനി മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അവനെ. പിന്നെ ഇത്രയും വലിയൊരു കമ്പ് കട്ട് ചെയ്തെടുത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലോട്ട് വളഞ്ഞിട്ട് ഷീറ്റ് വളഞ്ഞു പോയി. അപ്പോൾ ഈ കമ്പ് വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പ് വെട്ടിക്കളഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടാണ് അതിന് വേര് കട്ട് ചെയ്തെടുത്ത് അതിന് വേര് കിളിപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മളിതിനെ ചട്ടിയിൽ നടാൻ പോയാണ്. ഇതിന് ഇത് ചട്ടി നടുന്നതിന് മുന്നേ ഇതിൻ്റെ ഇലകൾ മൊത്തം നമ്മൾ കട്ട് ചെയ്യണം. ഇത്രയും ഇലയ്ക്ക് കഴിക്കാനുള്ള ആഹാരം ഇപ്പോൾ ഈ വേരിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇല മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നമ്മൾ നടത്തുള്ളൂ. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പേരയുടെ ചുവട്ടിലെ ചട്ടി നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതിനകത്ത് വേരാണ് ഈ കാണുന്നത്. ഇത്രയും വേര് കിളുത്ത് നിൽക്കുകയാണ് ആ ചട്ടിക്കത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഇപ്പം മാറ്റാൻ പോകണം. ചട്ടി മാറ്റിയിട്ട് നമ്മളിപ്പം അതിനെ നടാൻ പോകുന്നത്. ഇപ്പോൾ മഴ സമയത്ത് മാത്രമേ മാറ്റിയിട്ടുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തപ്പോൾ നട്ട് കഴിഞ്ഞാൽ അല്ലെ ഡെയിലി നനച്ച് കൊടുക്കണം, തണുപ്പത്ത് വെക്കണം, തണലുള്ളിടത്ത് വെക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഉണങ്ങി പോകത്തില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പിനെ അതിന് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ആ വേരുകൾക്ക്. അപ്പോൾ ഉണങ്ങിപ്പോവും. നമ്മൾ പേരെ വെളിയിൽ കൊണ്ടുവന്നു. ഇത്രയും ഇലയുണ്ട് ഇതിൽ. ഈ ഡ്രമ്മിൽ, നീല ഡ്രമ്മിലാണ് നമുക്ക് നടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്യാം. ഇതിൽ ഇഷ്ടം പോലെ പേരയ്ക്ക് നിൽക്കുകയാണ്. പക്ഷേ മഴ സമയം ആയതുകൊണ്ട് നമുക്ക് ഇവനെ മുറിച്ചേ പറ്റൂ. കാരണം ഈ പേരയ്ക്കെല്ലാം പഴുത്ത് കഴിഞ്ഞിട്ട് മുറിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ മഴ കഴിയും, പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കത് ഇലയെല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പോഴേ നമ്മൾ മൊത്തം ഇലയും കട്ട് ചെയ്തു. മൊത്തം ഇല കട്ട് ചെയ്തേക്കാണ്. അടാ എവിടെ കയറിപ്പോടാ. ഇല കട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ഒരു മുഴുത്ത പഴുത്ത പേരയ്ക്ക അതായത് ഇപ്പോൾ ഉണ്ടായിരുന്നു. പേരയ്ക്ക വേണോ? എന്നാ നമ്മളപ്പോൾ അവനെ ഡ്രമ്മിനകത്ത് നട്ട് ചാണകപ്പൊടി ഇട്ട് മണ്ണ് വിട്ട് ഇലയെല്ലാം വെട്ടിക്കളഞ്ഞ് ഇത്രയും പേരയ്ക്കുണ്ട് ഇതിൽ. ഇത്രയും മുഴുത്ത പേരയ്ക്കുണ്ട്. കവറിനകത്ത് പേരയ്ക്ക നിൽപ്പുണ്ട്, എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇവൻ ഇവിടെ നിന്ന് പൊട്ടിക്കിളിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടണമെങ്കിൽ നടാം, അല്ലെങ്കിൽ ഡ്രമ്മിൽ തന്നെ അങ്ങ് സ്ഥിരമായിട്ട് വെക്കാം. ഇവനെ കാരണം വെച്ചാൽ വലുതായതുകൊണ്ട് നമ്മളവൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് ഇത്രമാത്രം പേരയ്ക്ക നിൽപ്പുണ്ട്. ഇത്രമാത്രം പേരയ്ക്ക നിൽപ്പുണ്ട്. കവറിട്ട പേരയ്ക്ക നിൽപ്പുണ്ട്, എല്ലാം നിൽപ്പുണ്ട്. നമ്മളപ്പോൾ അതിനകത്ത് മണ്ണ് വിട്ട് ചാണകപ്പൊടി ഇതിൻ്റെ അടിയിലുണ്ട്. ചാണകപ്പൊടി ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇനി ഇവനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇതിന് മുന്നേ മുറിച്ച് വെച്ച പേരകളാണ് നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ച പേരയാണ് ഈ പുതിയ കിളമ്പ് കിളുത്തിരിക്കുന്നത്. അതിൽ മുഴുത്ത പേരയ്ക്ക നിൽപ്പുണ്ട്. നിറയെ നിന്ന് തന്നെ വലുതായ പേരയ്ക്കയാണ്. അതിൻ്റെ ചുവടാണ്. അതൊരു വലിയ കമ്പാണ്. 2-3 പ്രാവശ്യം നമ്മൾ കമ്പ് നമുക്ക് പാരയായപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ കിളിപ്പിച്ച് ഞാൻ ഇത് ചെറിയൊരു കമ്പ് കിളിപ്പിച്ച അതിൽ ഇഷ്ടം പോലെ. അത് മറ്റേതിനെക്കാട്ടി പ്രായമുണ്ട്. അതുകൊണ്ടാണ് നല്ല ഇലകൾ വന്നിരിക്കുന്നത്. എല്ലാം ഇപ്പോൾ മാറ്റി നടാൻ പോകാൻ നമ്മളിപ്പം മഴ സമയം ആയതുകൊണ്ട് ഇട അപ്പോൾ ഇവനെ നമ്മളെടുത്ത് ആ മൂവിലേക്ക് തണലത്തോട്ട് വെക്കാൻ പോകാം. മാവ് അവിടെ നിന്നോട്ടെ. ഈ മാവ് തൊട്ടിപ്പുറത്തിരിക്കുന്ന നീലമാവാണ്. അത് നമ്മൾ വേര് കിളിപ്പിച്ചാണ്. ഈ നിൽക്കുന്ന വലിയ മാവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് തന്നെ തണലോട്ട് നമ്മൾ മാറ്റി വെക്കാൻ പോകാം. ഇതിന് ഇച്ചിരി പാടാണ്, പിടിച്ചുകൊണ്ട് വേണം പോകാൻ.